ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പേര് ഹാപ്പി ലൈഫ് വിത്ത് ശ്രീ എന്നാണ്. അപ്പോൾ ശ്രീ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കും, അതാണ് ഞാൻ ഈ പേരിടാൻ കാരണം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സിൻ്റെ നിന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ബെല്ലൈക്കൺ വരും, അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഞാനെടുത്ത വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഞാനിന്ന് ചെയ്യുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആണ്. നമുക്ക് നമ്മുടെ അമ്മമ്മമാരൊക്കെ ഉണ്ടാക്കി തരാറില്ലേ, പണ്ടത്തെ അമ്മമ്മമാർക്കൊക്കെ അറിയാം. കപ്പപ്പുഴുക്ക്, ചക്കപ്പുഴുക്ക്, കാച്ചിൽ വെച്ചിട്ട് പുഴുക്ക്. അപ്പം ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചേമ്പൻ തടയില്ലേ, ചേമ്പിൻ്റെ തട വെച്ചിട്ടുള്ള ചേമ്പിൻ്റെ തടയും പിന്നെ കാച്ചിലും രണ്ടും കൂടി മിക്സായിട്ട് ഒരു പുഴുക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം, വാ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ പുഴുക്ക്. ചേമ്പിൻ്റെ തടയും കാച്ചിലും വെച്ചിട്ടുണ്ടാക്കിയ പുഴുക്ക്. കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട്, പക്ഷെ കാണാൻ മാത്രമല്ല കഴിക്കാനും നല്ല സ്വാദുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ചേമ്പിൻ തട. ചേമ്പിൻ തട ഓൾറെഡി ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാച്ചിലും ചേമ്പിൻ തടയും കട്ട് ചെയ്ത് ഇവിടെ ഒരു ഉള്ളിയിൽ വെച്ചിട്ടുണ്ട്. അത് കട്ട് ചെയ്യുന്നത് നിങ്ങളെനിക്ക് കാണിക്കാൻ പറ്റിയില്ല കേട്ടോ. എൻ്റെ അമ്മാമ്മയാണ് ചെയ്യണത്, ഞാനല്ല കേട്ടോ കുക്ക് ചെയ്യണത്, അമ്മാമ്മയാണ് ഉണ്ടാക്കണത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് കണ്ടുപഠിക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. നമ്മൾ കഴുകി വൃത്തിയാക്കി അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർത്ത് ഇട്ട് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക. കുക്കറിലാണ് നമ്മൾ വയ്ക്കുന്നത്, അതുകൊണ്ട് അധികം വെള്ളം വേണ്ട. ഒരു 2 ഗ്ലാസ്, ചെറിയ ഗ്ലാസ്സിൽ 2 ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ചാൽ മതിയാവും. ഇനി നമുക്ക് കുക്കർ അടയ്ക്കാം. ഒരു 2-3 വിസിലടിച്ചിട്ട് എയർ കളഞ്ഞ് തുറന്നെടുക്കാവുന്നതാണ്. അപ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് വേണ്ട തേങ്ങ ചിരകിയെടുക്കാം. തേങ്ങയും ജീരകം, വെളുത്തുള്ളി, പച്ചമുളക്, ചുവന്നുള്ളി, ഇതൊക്കെ അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ. അതൊന്നും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഇനി നമുക്ക് ആദ്യം തന്നെ ചെറിയുള്ളിയും വെളുത്തുള്ളി, പച്ചമുളക്, ജീരകം ഇത്രയൊന്ന് മിക്സിയിൽ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കാം. അത് ഒന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ബാക്കിയുള്ള നമ്മുടെ തേങ്ങയും കൂടി ചേർത്തിട്ട് ഒരടിയും കൂടി അടിച്ച് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പാകത്തിനാണ് അടിച്ചെടുക്കേണ്ടത്, ശരിക്കും പേസ്റ്റ് ആവരുത്. ഇപ്പോൾ നമ്മുടെ കാച്ചിലും ചേമ്പിൻ്റെ തടയും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മളെടുത്ത് വെച്ച അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ അരപ്പൊക്കെ നന്നായിട്ട് ചേർത്ത് അതിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്താൻ അതിന് നന്നായിട്ട് ചട്ടകം കൊണ്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ചൂടാക്കണം കേട്ടോ, തേങ്ങയുടെ അരപ്പൊക്കെ ചേർത്തിട്ട്. ഇനി നമുക്കിതൊന്ന് കടുക് വറുത്തിടണം. കടുക് വറുത്തിടാനായിട്ട് ഞാനൊരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തു. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. പിന്നെ കടുക് പൊട്ടിക്കണം. കടുക് ഇട്ടു, കറിവേപ്പില ഇട്ട് കൊടുത്തു. പിന്നെ വേണമെങ്കിൽ വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അത് നിങ്ങൾ ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് വറുത്തിടാണ്ടും കഴിക്കാം, നിർബന്ധമില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം അടുത്തൊരു വിഭവമായി. അതുവരെയും ബൈ ഫ്രണ്ട്സ്.